പ്രിയമുള്ളവരെ, വചനജ്വാല 1818 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ഓഗസ്റ്റ് 23 ഞായറാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ ഇന്നത്തെ വചന വായനയിൽ ഹോസിയായുടെ പുസ്തകം 11 അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. തിരസ്കരിക്കപ്പെട്ട സ്നേഹം. ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. ഞാൻ അവരെ അടുക്കലേക്ക് വിളിക്കും തോറും അവർ എന്നിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്തത്. അവർ ബാൽദേവന്മാർക്ക് ബലിയും വിഗ്രഹങ്ങൾക്ക് ധൂപവും അർപ്പിച്ചു പോന്നു. എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. ഞാൻ അവരെ എൻ്റെ കരങ്ങളിലെടുത്തു. എന്നാൽ തങ്ങളെ സുഖപ്പെടുത്തിയത് ഞാനാണെന്ന് അവർ അറിഞ്ഞില്ല. കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു. സ്നേഹത്തിന്റെ കയർ തന്നെ. ഞാൻ അവർക്ക് താടിയെല്ലിൽ നിന്ന് നുകം അയച്ചു കൊടുക്കുന്നവനായി ഞാൻ കുനിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി. അവർ ഈജിപ്ത് ദേശത്തേക്ക് മടങ്ങും. അസറിയ അവരുടെ രാജാവാകും. കാരണം എന്റെ അടുക്കലേക്ക് മടങ്ങി വരാൻ അവർ വിസമ്മതിച്ചു. വാൾ അവരുടെ നഗരങ്ങൾക്ക് നേരെ ആഞ്ഞു വീശും. നഗര കവാടങ്ങളുടെ ഓടാമ്പലുകൾ അത് തകർക്കും. കോട്ടകൾക്കുള്ളിൽ വെച്ച് അവരെ അത് വിഴുങ്ങും. എന്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കാട്ടുന്നു. അതുകൊണ്ട് അവർക്ക് നുകം വെച്ചിരിക്കുന്നു. ആരും അത് എടുത്തു മാറ്റുകയില്ല. എഫ്രായേൽ, ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും? ഇസ്രായേൽ, ഞാൻ നിന്നെ എങ്ങനെ കൈവിടും? ഞാൻ നിന്നെ എങ്ങനെ അദ്മായെ പോലെയാക്കും? സെബോയിമിനോടെന്ന പോലെ നിന്നോട് എങ്ങനെ പെരുമാറും? എന്റെ ഹൃദയം എന്നെ വിലക്കുന്നു. എന്റെ അനുകമ്പ ഊഷ്മളവും ആർദ്രവുമായിരിക്കുന്നു. ഞാൻ എന്റെ ഉഗ്രകോപം നടപ്പിലാക്കുകയില്ല. എഫ്രായിമിനെ വീണ്ടും നശിപ്പിക്കുകയുമില്ല. ഞാൻ ദൈവമാണ്, മനുഷ്യനല്ല. നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന പരിശുദ്ധൻ തന്നെ. ഞാൻ നിങ്ങളെ നശിപ്പിക്കുവാൻ വരികയില്ല. അവർ കർത്താവിന്റെ പിന്നാലെ പോകും. അവിടുന്ന് സിംഹത്തെ പോലെ ഗർജിക്കും. അതെ, അവിടുന്ന് ഗർജിക്കും. അപ്പോൾ അവിടുത്തെ പുത്രന്മാർ പടിഞ്ഞാറ് നിന്ന് പേടിച്ച് വിറച്ചു വരും. ഈജിപ്തിൽ നിന്ന് പക്ഷികളെ പോലെയും അസറിയാ ദേശത്ത് നിന്ന് പ്രാവുകളെ പോലെയും അവർ തിടുക്കത്തിൽ വരും. ഞാൻ അവരെ സ്വഭവനങ്ങളിൽ എത്തിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. എഫ്രായിം വ്യാജം കൊണ്ടും ഇസ്രായേൽ ഭവനം വഞ്ചന കൊണ്ടും എന്നെ വലയം ചെയ്തിരിക്കുന്നു. എന്നാൽ യൂദായെ ഇന്നും ദൈവം അറിയുന്നു. അവൻ പരിശുദ്ധവനായവനോട് വിശ്വസ്തത പുലർത്തുന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ലീമായിലെ കന്യകയായ വിശുദ്ധ റോസ പുണ്യവതിയെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. അമേരിക്കയിലെ ആദ്യ വിശുദ്ധയായ റോസ പെറുവിലെ ലീമായിൽ സ്പാനിഷ് മാതാപിതാക്കളുടെ മകളായി ജനിച്ചു. ഇസബൽ എന്നായിരുന്നു മാമോദീസ പേര്. ഇസബലിന് സൗന്ദര്യം മൂലം എല്ലാവരും റോസ എന്ന് വിളിക്കാൻ തുടങ്ങി.
ചെറുപ്പം മുതൽ ക്ഷമ, സഹനം, ആഴ്ചയിൽ 3 ഉപവാസം എന്നിവ അനുഷ്ഠിച്ചു പോന്നു. അരയിൽ ഇരുമ്പു ചങ്ങല, മുടിയിൽ മുൾക്കിരീടവും ധരിച്ചിരുന്നു. യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ മുഖത്ത് കുരുമുളക് പൊടി തേച്ച് വികൃതമാക്കിയിരുന്നു. മാതാപിതാക്കളുടെ സമ്പത്ത് നശിച്ചപ്പോൾ അയൽ വീടുകളിൽ സൂചിപ്പണിയും തോട്ടപ്പണിയും ചെയ്ത് കുടുംബം പുലർത്തിയിരുന്നു. കന്യകയായി ദൈവത്തെ ശുശ്രൂഷിക്കാൻ ഡൊമിനിക്കൻ 3-ാം സഭയിൽ ചേർന്നു. ഏകാന്തതയ്ക്ക് വേണ്ടി തോട്ടത്തിൽ തന്നെ ഒരു പർണശാല കെട്ടി അതിലാണ് താമസിച്ചിരുന്നത്. മുള്ളുകളുടെ ഇടയിൽ ഈ റോസും പുഷ്പിച്ച് 31-ാം വയസ്സിൽ കൊഴിഞ്ഞു വീണു. പ്രിയമുള്ളവരെ, കന്യകയായ ലീമായിലെ വിശുദ്ധ റോസ പുണ്യവതിയുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.